പാകിസ്ഥാനെ നാണം കെടുത്തി വിട്ടു. നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു കണ്ടം വഴി ഓടിച്ചു ഇന്ത്യ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തൊക്കെയായിരുന്നു ഹെവി വെയ്റ്റ്സ്. ഈ മത്സരം കട്ടയ്ക്ക് അവസാനത്തെ പന്ത് വരെ നീണ്ടു നിൽക്കും, ഒരു തേങ്ങയില്ല. പാകിസ്ഥാൻ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യ ആധികാരികമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് ഈസിലി ഇന്ത്യ ജയിച്ചു കയറുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. ഫസ്റ്റ് ഓവറിൽ ആ വിക്കറ്റ് പോയപ്പോൾ തൊട്ട് സയ്യിദ് സദഫ് അറാൻ്റെ വിക്കറ്റ് പോയപ്പോൾ തൊട്ട് പാകിസ്ഥാൻ്റെ താളം മുഴുവൻ തെറ്റി. പവർ പ്ലേ തന്നെ 4 വിക്കറ്റോളം പോയി. അതിനുശേഷം പിന്നെ തുടർച്ചയായ വിക്കറ്റുകൾ പോകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ 100 എത്തുമോ എന്ന് പോലും ഭയന്നുകൊണ്ടിരുന്നു. 97-9 ഒക്കെ ആയിരുന്നു പാകിസ്ഥാൻ്റെ അവസ്ഥ. ഒരു ഘട്ടത്തിൽ 100എങ്കിലും എത്തും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് അവസാനം കുറച്ചെങ്കിലും റൺസ് 100 കൂടുതലൊക്കെ കുറച്ചൊക്കെ എത്തിച്ചു പാകിസ്ഥാൻ എന്ന് വേണം തന്നെ വിളിക്കാം. പക്ഷേ ആധികാരികമായ വിജയം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. 8-1 T20 ലോകകപ്പിൽ ഇന്ത്യ 8, പാകിസ്ഥാൻ 1. ഇത് മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയായിട്ട് മാറുകയാണ്. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായിരുന്നു എന്ന് വേണം തന്നെ പറയാൻ. തുടക്കം തൊട്ട് ആധിപത്യം പുലർത്തുന്ന ഇന്ത്യ കണ്ടു. അഭിഷേക് ശർമ്മ ഡക്കിന് പുറത്തായെങ്കിൽ പോലും ഇഷാൻ കിഷൻ ഗംഭീരമായി കളിച്ചു. 77 റണ്ണ് അടിച്ചെടുത്തു ഇഷാൻ കിഷൻ. അതിനുശേഷം പിന്നീട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പലർക്കും സാധിച്ചില്ല. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ റൺസ് ബോർഡിലേക്ക് കൊണ്ടെത്തിച്ചെങ്കിൽ പോലും കുറച്ചധികം പന്തുകൾ ഉപയോഗിച്ചു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും 175 റൺസ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ കൊളംബോയിൽ ഒരു ചെറിയ ടോട്ടലേ അല്ല, ഒരു വലിയ ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു. 175 എത്തിയപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നെഞ്ചിടിപ്പ് ഉണ്ടായി. കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി കളി കയ്യിൽ നിന്ന് പോയി എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഈ ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് രണ്ടാം ഇന്നിങ്സ് ഒക്കെ വരുമ്പോഴേക്കും വളരെ സ്ലോ ആവും വിക്കറ്റ്. ആ സമയത്തൊക്കെ വന്നിട്ട് 176 റണ്ണൊക്കെ അടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ചിന്തിക്കുന്നതിനും മേളിലായിരുന്നു. അതേപോലെ തന്നെ പോയി പ്രഷർ വല്ലാണ്ട് കൂടി പാകിസ്ഥാന്. തുടക്കം തന്നെ ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയെ ഇറക്കിക്കൊണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് കളിച്ചത്. അവരെ ഇറക്കി 3 വിക്കറ്റുകൾ വീഴ്ത്തി. അതിനുശേഷം പിന്നീട് അക്സർ വന്നു. അങ്ങനെ തുടങ്ങിയതാണ് ഇന്ത്യ. അതായത് പാകിസ്ഥാൻ്റെ സ്പിൻ അറ്റാക്ക് കണ്ട് പേടിക്കാതെ ഇന്ത്യയുടെ പ്ലാനുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സൂര്യകുമാർ. അതായത് സ്പിന്ന് വർക്കാവും, എന്നാൽ പിന്നെ ശരി നമുക്ക് ആദ്യം തന്നെ സ്പിന്ന് ട്രൈ ചെയ്യുമെന്ന് ചിന്തിക്കാതെ കൃത്യമായ ഗെയിം പ്ലാൻ. ഹാർദിക് പാണ്ഡ്യ, ബുംറ എന്ന രീതിയിൽ തന്നെ പോയി 3 വിക്കറ്റുകളും കിട്ടുകയും ചെയ്തു. അർഷ്ദീപിനെ ഡ്രോപ്പ് ചെയ്തതിന് പകരം കുൽദീപിനെ കൊണ്ടുവരികയും ചെയ്തു. ഒരു പക്ഷേ നല്ലൊരു മൂവായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും അത് രസകരമായിട്ട് മാറി. സ്പിന്നേഴ്സും നല്ല രസമായിട്ട് ഹാൻഡി ആയിട്ട് തന്നെ വന്നു. ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് കുൽദീപ് വന്നതാണ്. കുൽദീപ് വളരെ എക്കണോമിക്കലായി മാറി. വരുൺ ചക്രവർത്തി ആവട്ടെയും എക്കണോമിക്കലായി 2 വിക്കറ്റുകളും വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യൻ ബൗളർമാർ ആരും നിരാശപ്പെടുത്തിയില്ല എന്ന് വേണം തന്നെ പറയാൻ. എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട്. റിങ്കു സിംഗ് ഒരു ഓവർ ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ ഓവറായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്. അല്ല റിങ്കു സിംഗ് എറിഞ്ഞു, മനഃപൂർവ്വം എറിഞ്ഞു എന്നല്ല. സൂര്യകുമാർ യാദവ് ജസ്റ്റ് പന്ത് കൊടുത്തതേ ഉള്ളൂ. ഹാർദിക് ആവട്ടെ, ബുംറ ആവട്ടെ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, തിലക് വർമ്മ എല്ലാവരും വിക്കറ്റ് എടുത്തു. തിലക് വർമ്മ ഒരു വിക്കറ്റ് എടുത്തു. 2 ഓവർ എറിഞ്ഞ് 11 റൺ കൊടുത്തൊരു വിക്കറ്റും കിട്ടി തിലക്കിന്. അതും പിന്നീട് തിലക്കിന് ഒരു ഡ്രോപ്പ് ചാൻസ് ഉണ്ടായിരുന്നു, ഒരു ഡ്രോപ്പ് ക്യാച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യ കുറച്ച് ചാൻസസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒന്ന് തിലക് വർമ്മയുടെ ഈ ഡ്രോപ്പ് ചാൻസ്, 2 അവസാനം ഷഹീൻ ഷാ അഫ്രീദിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇഷാൻ കിഷന് കിട്ടേണ്ടിരുന്ന ഒരു ക്യാച്ച് ഇഷാൻ ഡ്രോപ്പ് ചെയ്തു. 3 കുൽദീപ് യാദവ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ബൗണ്ടറി ലൈനിൽ. അങ്ങനെ ഈ ഇന്ത്യയുടെ ഫീൽഡിംഗ് കുറച്ച് സ്ലോപ്പി ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും കളി ജയിച്ചതിൻ്റെ കോൺഫിഡൻസിൽ തന്നെയാണ് ഇന്ത്യ കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തിലക്കിനും റിങ്കുവിനും ഒക്കെ പന്ത് കൊടുക്കാൻ സൂര്യകുമാർ യാദവിന് ധൈര്യമുണ്ട്. ഇത് 18-ാം തീയതി നെതർലാൻഡ്സിനെതിരായ മത്സരം തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നൊരു മത്സരം. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ ആയി പോകുന്നൊരു കാഴ്ചയാണ് എന്ന് വേണം തന്നെ പറയാം. ഇന്ത്യ 61 റണ്ണിനാണ് ജയിച്ചിരിക്കുന്നത്. 114 ഓൾ ഔട്ട് ആവുന്നു പാകിസ്ഥാൻ എന്നത് വേണം തന്നെ പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔട്ടാവുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ ഉസ്മാൻ താരിഖ് ആണ് അവസാനം ഔട്ടാവുന്നത്, ബൗൾഡ് ആവുന്നത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് 2 വിക്കറ്റുകൾ കിട്ടുകയാണ്. എന്തായാലും 114 ഓൾ ഔട്ട്, 61 റൺസിന് ഇന്ത്യയുടെ വിജയം. 61 റൺസ് ചെറിയ മാർജിനല്ല, 9 മാർജിനിലാണ് ഇന്ത്യയുടെ ജയം. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഇനിയൊരു എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കോമഡി ആയിപ്പോൾ. എന്തൊക്കെയായിരുന്നു ബഹിഷ്കരണം, ഇന്ത്യക്കെതിരെ കളിക്കൂല, തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ് 61 റൺസിന് പരാജയപ്പെടുകയാണ് പാകിസ്ഥാൻ. നിലവിൽ കണ്ടം വഴി ഓടിച്ചു വിട്ടു ഇന്ത്യ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.